പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. വിശുദ്ധ ഖുർആൻ എന്ന അനുപമ വിജ്ഞാനത്തിന്റെ വാതിൽ പ്രേക്ഷകർക്ക് മുന്നിൽ പ്രയാണം തുടരുകയാണ്. പീസ് റേഡിയോ അന്നൂർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വആലിഹി വസഹ്ബിഹി വമൻ വാലാഹ് വബഅദ്. സ്നേഹ ബഹുമാനങ്ങളുള്ള സഹോദരങ്ങളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബഖറയിലെ 163 വചനത്തിൻ്റെ തഫ്സീറാണ് പഠിക്കുകയുണ്ടായത്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് ആരാധനയിലുള്ള അള്ളാഹുവിൻ്റെ ഏകത്വം. അപ്രകാരം അള്ളാഹു സുബ്ഹാനഹു വതആല കരുണാമയനാണ്, കരുണ കനിയുന്നവനുമാണ്. ഇതാണ് ആ വചനം അർത്ഥമാക്കുന്നതും തേടുന്നതും. അതിനുള്ള ലക്ഷ്യങ്ങളെയും തെളിവുകളെയും അള്ളാഹു സുബ്ഹാനഹു വതആല തുടർന്ന് വിശദീകരിക്കുകയാണ്, വിവരിക്കുകയാണ് 164 വചനത്തിൽ. 9 ദൃഷ്ടാന്തങ്ങളെ അള്ളാഹു ഇവിടെ അവതരിപ്പിക്കുന്നു. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി വൽ ഫുൽകി അല്ലതി തജ്രി ഫിൽ ബഹ്രി ബിമാ യൻഫഉൻ നാസ് വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ മാഇൻ ഫഅഹ്യാ ബിഹിൽ അർദ ബഅദ മൗതിഹാ വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബത്തിൻ വതസ്രീഫിർ റിയാഹ് മിനസ്-സഹാബി വൽ മുസഖ്ഖരി ബൈനസ്-സമാഇ വൽ അർദ് ലആയാത്തിൻ ലിഖൗമി യഅഖിലൂൻ. ഇതാണ് വചനം. ഇതിലാണ് പറയപ്പെട്ട 9 ദൃഷ്ടാന്തങ്ങൾ മേലായവൻ അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തിയിട്ടുള്ളത്. വാനങ്ങളുടെ സൃഷ്ടിപ്പ്, ഭൂമിയുടെ സൃഷ്ടിപ്പ്, രാവും പകലും ഒന്നിനു പിറകെ മറ്റൊന്ന് മാറി മാറി വരുന്നത്, ആഴിയിൽ കപ്പലുകൾ, ആകാശത്തിൽ നിന്ന് മഴ പെയ്യുന്നത്, അതിനപ്പുറം ഭൂമിയിൽ സജീവത കൈവരുന്നത്, ഭൂമിയിൽ വ്യാപിപ്പിച്ച ജീവജാലങ്ങളും ജന്തുവർഗങ്ങളും കാറ്റും കാർമുകിലുകളും, ഇതൊക്കെയാണ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, തെളിവുകൾ. അള്ളാഹുവാണ് ആരാധനക്കർഹൻ. അവൻ ഏറെ കനിവുള്ളവനാണ്, ഏവരോടും കരുണ കനിയുന്നവനുമാണ് എന്നതിൻ്റെ നമ്മളുടെ ഈ ഒരായത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ തിരുദൂതരെ ഏറെ ചിന്തിപ്പിച്ച വചനമാണ്. അവിടുന്ന് ഈ ആയത്തോതുകയും അതിൽ ചിന്ത നടുകയും വിഷയങ്ങളും വിധികളും ഓർത്ത് കണ്ണ് കലങ്ങി കരഞ്ഞ് നമുക്ക് മാതൃക തീർക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മളെ ഈ ആയത്തിൻ്റെ വിഷയത്തിലേറെ ചിന്തിക്കുവാൻ അവിടുന്ന് പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ വിഷയത്തിലൊരു ചരിത്രം നമ്മൾ തുടക്കത്തിൽ കേൾക്കേണ്ടതുണ്ട്, തിരുഹദീ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ആയത്തിൻ്റെ തഫ്സീറിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് അതെന്തിന്, ഈ ആയത്തിനെ നമ്മൾ എങ്ങനെ പഠിച്ച് വശമാക്കണം, ഈ ആയത്തിൽ നമ്മൾ എത്രമേൽ ശ്രദ്ധ ചെലുത്തണം എന്ന ഒരു ബോധത്തിന് വേണ്ടി സംഭവം ഇമാം ഇബ്നു ഹിബ്ബാൻ അതാ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്നതാണ്. അദ്ദേഹം തനിക്കും തൻ്റെ കൂട്ടുകാരനും ഉണ്ടായ ഒരു അനുഭവമാണ് നമ്മോട് പങ്കുവെക്കുന്നത്. അതാ പറയുന്നത്, ഞാനും ഉബൈദ് ഇബ്നു ഉമൈറും ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക് കടന്നു ചെന്നു. ഉബൈദ് ഇബ്നു ഉമൈർ ഇബ്നു ഖതാദ അൽ-ലൈസി അൽ-മക്കി, അദ്ദേഹം സുപ്രസിദ്ധനായ താബിഈയാണ്. മക്കയിൽ അദ്ദേഹം ഒരു സാരോപദേശിയായിരുന്നു, ആളുകൾക്ക് സദുപദേശം നൽകുന്ന മഹാനുമായിരുന്നു. അതാ പറയുന്നത്, ഞാനും ഉബൈദ് ഇബ്നു ഉമൈറും ആയിഷയുടെ അടുക്കലേക്ക് കടന്നു ചെന്നപ്പോൾ ആയിഷ അദ്ദേഹത്തോട് ഖഫിഫ് ഫഇന്ന ദിക്റ സഖീലുൻ എന്ന് പറയുന്നുണ്ട്. താങ്കൾ സാരോപദേശം നൽകുമ്പോൾ, ആളുകൾക്ക് സദുപദേശം പകരുമ്പോൾ ലഘൂകരിക്കണം. കാരണം ഉത്ബോധനം ആളുകൾക്ക് ഭാരിച്ചതാണ്, അതുകൊണ്ട് എപ്പോഴും അതിൽ ലഘൂകരണം ഉണ്ടാകണമെന്ന് പറഞ്ഞ് ആയിഷ റളിയല്ലാഹു തആല അൻഹ ഖദ് ആന ലക അൻ തസൂറന എന്ന് ഉബൈദിനോട് പറയുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, നമ്മെ സന്ദർശിക്കുവാൻ സമയമൊത്തോ എന്ന്. കുറേ കാലമായിട്ട് ഉബൈദ് ഇബ്നു ഉമൈർ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ സന്ദർശിച്ചിട്ടില്ലാത്തതിനാലുള്ള അവരുടെ ആ പരിഭവവും അതിന് അദ്ദേഹത്തിൻ്റെ പ്രതികരണം, അഖൂലു യാ ഉമ്മ കമാ ഖാലൽ അവ്വൽ, ഉമ്മ പണ്ടുള്ളവർ പറഞ്ഞതുപോലെയാണ് ഞാൻ അതിന് പറയുന്നത് എന്ന് അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു എന്നാണ്. എന്നിട്ട് പണ്ടുള്ളവർ പറയുന്നത് സുർ ഹിബ്ബൻ തസ്ദദു ഹുബ്ബൻ എന്നാണ്. വല്ലപ്പോഴുമൊക്കെ സന്ദർശനം നടത്തുക, അപ്പോൾ കൂടുതൽ സ്നേഹവായ്പുകൾ ലഭ്യമാകും എന്നാണ് അതിൻ്റെ അർത്ഥം. ഏതായാലും ഈ ഒരു സന്ദർശനത്തിൽ ഉബൈദ് ഇബ്നു ഉമൈർ ആയിഷ റളിയല്ലാഹു തആലയോട് പറയുന്നുണ്ട്,
അഖ്ബിരീന ബി അഅജബി ഷൈഇൻ റഅയ്തിഹി മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിരുദൂതരോടൊത്തുള്ള ജീവിതത്തിൽ നിങ്ങൾ കണ്ട ഏറ്റവും ആശ്ചര്യകരമായ അത്ഭുതകരമായ കാര്യം ഞങ്ങളോടൊന്ന് പറഞ്ഞാലും പങ്കുവച്ചാലും. അപ്പോൾ ഫസക്കത്തത്, ഉമ്മ ആയിഷ മൗനം ഭജിച്ചു. സുമക്കാലത്ത്, എന്നിട്ട് അവർ പറഞ്ഞു, ലമ്മ കാന ലൈലത്തും മിനൽ ലയാലി, ഒരു രാത്രി, ഖാല, തിരുദൂതർ പറഞ്ഞു, യാ ആയിഷ ദരീനി അതഅബ്ബദുൽ ലൈലത ലി റബ്ബി, എന്നെ ഈ രാത്രി അള്ളാഹുവിന് ഇബാദത്തെടുക്കാൻ നിങ്ങൾ വിട്ടേച്ചാലും സമ്മതിച്ചാലും. ആയിഷ റളിയല്ലാഹു തആല അവിടുത്തെ റസൂലുള്ളാഹി അന്തി ഉറങ്ങേണ്ട രാത്രിയായിരുന്നു പ്രസ്തുത രാത്രി. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് അനുവാദം ചോദിക്കുന്നത് ആ രാത്രി ഇബാദത്തിൽ കഴിയാൻ. അപ്പോൾ ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ പറഞ്ഞു, വല്ലാഹി ഇന്നി ല ഉഹിബ്ബു ഖുർബക് വ ഉഹിബ്ബു മസറക്, അങ്ങയുടെ സാമീപ്യം അള്ളാഹുവാണേ ഞാൻ ഇഷ്ടപ്പെടുന്നു, പക്ഷെ അങ്ങേക്ക് ഇഷ്ടകരമായതെന്താ അതെല്ലാം ഞാൻ ഇഷ്ടപ്പെടുന്നു. ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ പറയുന്നത്, ഫഖാമ ഫതതഹർ, വിരിപ്പിൽ നിന്ന് എഴുന്നേറ്റ് തിരുദൂതർ ശുദ്ധി വരുത്തി. സുമ്മ ഖാമ ഫ യുസല്ലി, പിന്നീട് തിരുദൂതർ നിസ്കരിക്കാൻ നിന്നു. അങ്ങനെ ആ നിസ്കരിക്കാനുള്ള നൃത്തത്തിൽ ഫലം യസൽ യബ്കി ഹത്ത ബല്ല ഹിജ്റഹു, തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മടിത്തട്ട് നനയുവോളം അവിടുന്ന് കരയുകയുണ്ടായി, കരഞ്ഞുകൊണ്ടിരുന്നു. സുമ്മ ബക്ക ഫലം യസൽ യബ്കി ഹത്ത ബല്ല ലിഹിയതഹു, വീണ്ടും അവിടുന്ന് കരഞ്ഞു, അദ്ദേഹത്തിൻ്റെ താടി നനയുവോളം. സുമ്മ ബക്ക, പിന്നെയും അവിടുന്ന് കരഞ്ഞു, ഫലം യസൽ യബ്കി ഹത്ത ബല്ലൽ അർദ്, ആ കരച്ചിലിൽ മണ്ണ് നനയുവോളം അവിടുന്ന് കരയുകയുണ്ടായി, കരച്ചിൽ തുടർത്തി എന്നാണ്. ഫജാ ബിലാലു യുദിനുഹു ബിസ്സലാഹ്, പിന്നീട് ബിലാൽ വന്നു നിസ്കാര വിവരം അറിയിക്കുന്നതിനു വേണ്ടി. ഫലമ്മ റഅഹു യബ്കി, ബിലാൽ വന്നപ്പോൾ തിരുദൂതർ കരയുകയാണ്. ആ കരച്ചിൽ ബിലാൽ കണ്ടപ്പോൾ, യാ റസൂലല്ലാഹ് ലിമ തബ്കി വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ വമാ തഅഖർ, തിരുദൂതരെ അങ്ങ് എന്തിനാണ് കരയുന്നത്? അങ്ങേക്ക് കഴിഞ്ഞു പോയതെല്ലാം വരാനിരിക്കുന്നതെല്ലാം പുറത്തിരിക്കെ. അതിനോടാണ് തിരുദൂതരുടെ പ്രതികരണം, അഫല അകൂനു അബ്ദൻ ഷക്കൂറ, ഞാൻ ഒരു നന്ദിയുള്ള അടിമ ആകേണ്ടേ എന്ന്. അവിടുന്ന് അനുബന്ധം പറഞ്ഞു. അതാണ് നമ്മുടെ വിഷയം, നമ്മൾ പഠിക്കാനുള്ള ഈ ഒരു മഹൽ വചനം, അതുമായി ബന്ധപ്പെട്ട വിഷയം. എന്താ തിരുദൂതർ പറഞ്ഞത്? ലഖദ് നസലത് അലയ്യ ലൈലത ആയത്തുൻ വൈലുൻ ലിമൻ ഖറഅഹാ വലം യതഫക്കർ ഫീഹാ, അല്ലാഹുവാണ് എനിക്ക് ഈ രാത്രി ഒരായത്തിറങ്ങി, വൈലുൻ ലിമൻ ഖറഅഹ, ആ ആയത്ത് ഓതി, വലം യതഫക്കർ ഫീഹ, അതിൽ ചിന്ത നട്ടിട്ടില്ലാത്ത ആലോചിച്ചിട്ടില്ലാത്ത ആളുകൾ അവർക്കാകുന്നു നാശം. എന്നിട്ട് തിരുദൂതർ ആ ആയത്ത് ഓതി, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി വൽ ഫുൽകി ലത്തി തജ്രി ഫിൽ ബഹർ والفلك التي تجري في البحر بما ينفع الناس وما أنزل الله من السماء من ماء فأحيا به الأرض بعد موتها وبث فيها من كل دابة وتصريف الرياح والسحاب المسخر بين السماء والأرض لآيات لقوم يعقلون എന്ന്. സഹോദരങ്ങളെ സഹോദരികളെ, നമ്മൾ ഈ തുടക്കത്തിൽ ഈ ആയത്തിൻ്റെ തഫ്സീറിൻ്റെ ഈ സന്ദർഭത്തിൽ ഈ ഒരു സംഭവത്തെ ഉണർത്തിയത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ മദീനയിലായിരിക്കെ ഒരു രാത്രിയാണ് ഈ ഒരു വചനം ഇറങ്ങിയത്. ആ വചനം ഓതി അതിൽ ചിന്തിക്കാത്തവർക്ക് മുന്നറിയിപ്പുണ്ട് തിരുദൂതരിൽ നിന്ന്. അതാണ് വൈലുൻ ലിമൻ ഖറഅഹ വലം യതഫക്കർ ഫീഹ എന്ന് അവിടുന്ന് പറഞ്ഞത് നമ്മൾ ശ്രവിക്കുകയുണ്ടായത്. അതോതാനും അതിൽ ചിന്തിക്കാനും നമ്മളെ പ്രേരിപ്പിക്കുകയും നമ്മോട് കൽപ്പിക്കുകയും ചെയ്ത തിരുദൂതർ അതിൽ ചിന്ത നടുകയും ആലോചിക്കുകയും ചെയ്തത് ആയിഷ റളിയല്ലാഹു തആല അൻഹ നമ്മളോട് പറയുകയാണ്. ആയത്തിറങ്ങിയതിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആയത്തോതി നിസ്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണുകൾ കലങ്ങി, കണ്ണ് കരഞ്ഞു, കൽബ് പിടച്ചു. ആ കരച്ചിലിൽ കണ്ണീർ തുള്ളികൾ മടിത്തട്ടിൽ വീണു, താടിയിൽ ഒലിച്ചിറങ്ങി, മണ്ണിലും തട്ടി. അത്രമേൽ തിരുദൂതർ കരയുകയുണ്ടായി എന്നാണ്. അപ്പോൾ നമ്മൾ പഠിക്കാനിരിക്കുന്ന ഈ ആയത്ത് എന്തെല്ലാം വിഷയങ്ങളെയാണ് ഉൾക്കൊള്ളുന്നത്, എത്ര ഗൗരവപ്പെട്ട കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ കഴിവും കെൽപ്പും അവൻ കനിഞ്ഞ കാരുണ്യവും എത്രമേലാണ് എന്നാണ് ഈ വചനം നമ്മളോട് പറയുന്നത്. അപ്പോൾ ഈ വചനങ്ങൾ വിളിച്ചറിയിക്കുന്നതായ ദൃഷ്ടാന്തങ്ങൾ, തെളിവുകൾ, ന്യായങ്ങൾ അത് ഏറെ പ്രസക്തമാണ്, ഏറ്റവും പ്രബലമാണ്. അതുകൊണ്ട് തന്നെ നമുക്കവ ഓരോന്നും ഇൻഷാ അല്ലാഹ് ഈ ഒരു തുടർച്ചയിൽ പണ്ഡിതന്മാർ പ്രതിപാദിച്ചതനുസരിച്ച് പഠിച്ചു പോകാം
ബിഇദ്നില്ലാ. ഇതിൽ ഒന്നാമത്തേത് ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് എന്നുള്ളതാണ്. 2 തെളിവുകൾ ഇതിൽ പരാമൃഷ്ടമാണ്. ഒന്ന് വാനങ്ങളുടെ സൃഷ്ടിപ്പ്, മറ്റൊന്ന് ഭൂമിയുടേതും. ഇന്ന ഫീ ഖൽഖിസ് സമാവാത്. സമാവാത് സമ എന്നതിൻ്റെ ബഹുവചനമാണ്. നമുക്കറിയാം സമ വാനമാണ്, ആകാശം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശങ്ങളെയാണ് സൃഷ്ടിച്ച് സംരക്ഷിച്ച് നിലനിർത്തി പോരുന്നത്. സപ്തവാനങ്ങളുണ്ട്. വബനൈന ഫൗഖക്കും സബ്അൻ ശിദാദ. നിങ്ങൾക്ക് മുകളിൽ ശക്തിമത്തായ സപ്തവാനങ്ങളെ നാം നിർമ്മിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുകയാണ്. അലം തറൗ കൈഫ ഖലഖല്ലാഹു സബ്അ സമാവാതിൻ തിബാഖ. അടുക്കുകളായി ഒന്നിനു മുകളിൽ മറ്റൊന്നായി സപ്തവാനങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ശക്തിക്കും അവൻ്റെ കരുത്തിനും തെളിവായി അവനാണ് ആരാധനക്കർഹൻ എന്നതിൻ്റെ പ്രമാണവും ദൃഷ്ടാന്തവുമായി പ്രഥമമായി എണ്ണിയത് വാനങ്ങളുടെ സൃഷ്ടിപ്പിനെയാണ്. 9 ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു ഇവിടെ ഈ വചനത്തിൽ എണ്ണിയപ്പോൾ ആദ്യത്തെ വിഷയം സൃഷ്ടിപ്പാണ്. അതും വാനങ്ങളുടെ സൃഷ്ടിപ്പ്. കേവലം ഒരു സൃഷ്ടിപ്പിൻ്റെ വിഷയം മാത്രമല്ല ദൃഷ്ടാന്തമായി ഉള്ളത്. ആ സൃഷ്ടിച്ചതെങ്ങനെ, ആ സൃഷ്ടി നിലനിൽക്കുന്നു, അതിൻ്റെ നിലനിൽപ്പെങ്ങനെ. സപ്തവാനങ്ങൾ അതിൻ്റെ സൃഷ്ടിപ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ ഉൾപ്പെടുത്തിയ സൃഷ്ടികളുടെ വൈവിധ്യങ്ങൾ, വലുപ്പങ്ങൾ, വ്യത്യസ്തതകൾ, ഇതൊക്കെയും വാനങ്ങളുടെ സൃഷ്ടിപ്പിൻ്റെ വിഷയത്തിൽ ദൃഷ്ടാന്തങ്ങളാണ്. എണ്ണിയാൽ ഒടുങ്ങാത്ത സൃഷ്ടികൾ, സൂര്യ ചന്ദ്ര നക്ഷത്രാദികൾ, ആകാശ ഗോളങ്ങൾ, തീയമ്പുകളും ഉൽക്കകളും മറ്റുമൊക്കെയായി ആ വാനങ്ങൾക്കുപരിയിൽ അർഷും കുർസിയും മാവുമൊക്കെയായി എത്രയെത്ര സൃഷ്ടികൾ. അവിടെ വിന്യസിക്കപ്പെട്ട മലക്കുകൾ പോലത്തെ സൃഷ്ടികൾ അഗണ്യമാം വിധം എത്രയെത്രയാണ്. ആകാശഗോളങ്ങൾ ഉൾക്കൊണ്ട സൃഷ്ടികൾ, അത് ചൂടായി പ്രകാശമായി ഊർജമായി ഒക്കെ എത്രയെത്ര മേലായവൻ്റെ സൃഷ്ടികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ആകാശലോകത്തിൻ്റെ സൃഷ്ടിപ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഏറെ സ്വാധീനിച്ചത്, തിരുദൂതരെ ഏറെ ചിന്തിപ്പിച്ചത് നമ്മൾ വായിക്കുന്നുണ്ട്. ഒരിക്കലൊരു സഹാബി തിരുദൂതരോടൊപ്പം ഒരു യാത്രയിൽ, ആ സഹാബി പറയുന്നത് വല്ലാഹി ല അർഖുബന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി സലാത്തിൻ. അള്ളാഹുവാണ് തിരുദൂതർ നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരത്തെ ഒന്ന് നിരീക്ഷിക്കുക തന്നെ വേണം. ഹത്ത അറ ഫിഅലഹു, നിസ്കാരത്തിൽ തിരുദൂതർ ചെയ്യുന്നത് നോക്കിക്കാണുവാൻ. അങ്ങനെ ആ സഹാബി പറയുകയാണ്, ഫലമ്മ സല്ല സലാത്തൽ ഇശ ഇദ്തജഅ ഹവിയ്യ മിനൽ ലൈൽ. ഇശ നിസ്കരിച്ചതിൽ പിന്നെ തിരുദൂതർ കുറച്ച് സമയം രാത്രി കിടന്നു. സുമ്മസ്തൈഖദ ഫനദറ ഫിൽ ഉഫുഖ്, പിന്നീട് ഉണർന്ന് തിരുദൂതർ ചക്രവാളത്തിലേക്ക് കണ്ണു നട്ടു. ഫഖാൽ, അവിടുന്ന് പറഞ്ഞു, റബ്ബന മാ ഖലഖത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. ഞങ്ങളുടെ റബ്ബേ, നീ ഇത് വ്യർത്ഥമായി നിരർത്ഥകമായി സൃഷ്ടിച്ചിട്ടില്ല. നീ പരമ പരിശുദ്ധനാകുന്നു, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. ഫഖിനാ അദാബന്നാർ, നരകത്തിയിൽ നിന്ന് നീ ഞങ്ങളെ കാക്കേണമേ. അങ്ങനെ തിരുദൂതർ തുടർന്നുള്ള 2 വചനങ്ങൾ ഓതി. സൂറത്ത് ആൽ ഇംറാനിലാണ് ഈ വചനങ്ങളുള്ളത്. റബ്ബന വആതിനാ മാ വഅദ്തനാ അലാ റുസുലിക വലാ തുഖ്സിനാ യൗമൽ ഖിയാമഹ ഇന്നക ലാ തുഖ്ലിഫുൽ മീആദ് എന്നുവരെ ഓതി ആ സഹാബി പറയുകയാണ്, സുമ്മ അഹ്വാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ഫിറാഷിഹി, പിന്നീട് തിരുദൂതർ തൻ്റെ വിരിപ്പിലേക്ക് കുനിഞ്ഞു. ഫസ്തല്ല മിൻഹു സിവാക്കൻ, എന്നിട്ട് അവിടെ നിന്ന് ഒരു മിസ്വാക്ക് എടുത്തു. സുമ്മ അഫ്റഗ ഫി ഖദഹിൻ മിൻ ഇദാവത്തിൻ ഇൻദഹു മാഅൻ ഫസ്തൻ, പിന്നെ തോൽപാത്രത്തിൽ നിന്ന് ഒരു കോപ്പയിൽ വെള്ളം ചൊരിഞ്ഞ് ആ വെള്ളമെടുത്ത് തിരുദൂതർ നന്നായി മിസ്വാക്ക് ചെയ്തു, ദന്തശുദ്ധി വരുത്തി. സുമ്മ ഖാമ ഫസല്ല, പിന്നെ തിരുദൂതർ എഴുന്നേറ്റ് നിസ്കരിച്ചു. ഹത്ത ഖുൽത് ഖദ് സല്ല ഖദ്റ മാ നാം, ഞാൻ പറഞ്ഞു തിരുദൂതർ ഉറങ്ങിക്കിടന്നത്ര നിസ്കാരം നിർവഹിച്ചു എന്ന്. സുമ്മർത്തജ, പിന്നെ തിരുദൂതർ വീണ്ടും കടന്നു. ഹത്ത ഖുൽത്, ഞാൻ പറഞ്ഞു ഖദ് നാമ ഖദ്റ മാ സല്ല, നിസ്കരിച്ച സമയമത്രയും തിരുദൂതർ ഉറങ്ങിയിരിക്കുന്നു. സുമ്മസ്തൈഖദ ഫഫഅല കമാ ഫഅല അവ്വല മറ, പിന്നെ തിരുദൂതർ ഉറക്കമുണർന്ന് ആദ്യ തവണ ചെയ്തതുപോലെ ചെയ്തു. വഖാല മിസ്ല മാ ഖാൽ, പറഞ്ഞതുപോലെ തിരുദൂതർ പറയുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ആ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് തിരുദൂതർ ഫനദറ ഫിൽ ഉഫുഖ്, ചക്രവാളത്തിലേക്ക് കണ്ണു നട്ടു. ഫഖാൽ റബ്ബന മാ ഖലഖത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ.
റബ്ബന ഇന്നക മൻ തുദ്ഖിലിന്നാറ ഫഖദ് അഖ്സൈതഹു വമാ ലിദ്ദാലിമീന മിൻ അൻസാർ. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുകയാണ്. റാവി പറയുന്നത് ഫഫഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സലാസ മർറാത്തിൻ ഖബ്ലൽ ഫജ്ർ. ഫജ്റിന് മുമ്പ് ഇങ്ങനെ തിരുദൂതർ 3 തവണ നിർവഹിച്ചു ചെയ്തു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഉറങ്ങിക്കിടുന്ന തിരുദൂതർ ഉറക്കമുണർന്ന് ചക്രവാളത്തിലേക്ക് നോക്കി റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തില എന്ന് പറഞ്ഞ് ഓത്ത് തുടർത്തി ഇന്നക ലാ തുഖ്ലിഫുൽ മീആദ് എന്നതുവരെ ശുദ്ധി വരുത്തി നിസ്കരിച്ചു. വീണ്ടും കിടന്നു. പിന്നെയും എഴുന്നേറ്റ് ചക്രവാളത്തിലേക്ക് നോക്കി റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തില എന്ന് പറഞ്ഞ് ഓതി തുടങ്ങി ഇന്നക ലാ തുഖ്ലിഫുൽ മീആദ് എന്നുവരെ. വീണ്ടും തിരുദൂതർ ശുദ്ധി വരുത്തി നിസ്കരിച്ചു, കിടന്നു. പിന്നെ അതിൽ നിന്ന് എഴുന്നേറ്റ് വീണ്ടും ചക്രവാളത്തിലേക്ക് നോക്കി തിരുദൂതർ റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തില എന്ന് തുടങ്ങി ഓതി. ഇത് 3 തവണ നിർവഹിച്ചതാണ് ഒരു യാത്രയിൽ രാത്രി താൻ കണ്ടത് സഹാബി നിവേദനം ചെയ്യുന്നത്. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മോട് ഇത് പറയുന്നത് എന്താണ്? ഈ തിരുചരിതം നമ്മളോട് ഓതുന്നത് എന്താണ്? വാനങ്ങളിലേക്ക് കണ്ണു നട്ട് വാനത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ രഹസ്യം, ആ സൃഷ്ടിപ്പിലെ അത്ഭുതം, സൃഷ്ടിപ്പിലെ കൗതുകം, സൃഷ്ടിപ്പിലെ വൈവിധ്യങ്ങൾ, ഇങ്ങനെ തുടങ്ങി ആലോചിക്കാനും ചിന്തിക്കാനുമൊക്കെ ധാരാളമുണ്ട്. ഒരു സൃഷ്ടാവിനെ ഈ സൃഷ്ടി നന്നായി വിളിച്ചോതുന്നു. ഈ സൃഷ്ടിയൊന്നും വെറുതെയല്ല, അതൊന്നും കളിയോ വിനോദമോ അല്ല. സൃഷ്ടാവായവൻ എത്രമേൽ കനിവുള്ളവനാണ്, കരുണ കനിയുന്നവനാണ്, അവൻ എത്രമേൽ മഹനീയൻ, ആരാധ്യൻ. ഇതൊക്കെയും നമ്മോട് പറയുന്ന വിഷയങ്ങളാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഥമമായ പ്രമാണവും പ്രധാനപ്പെട്ട ദൃഷ്ടാന്തവും ഇന്ന ഫീ ഖൽഖിസ് സമാവാത്ത് എന്ന് പറഞ്ഞു തുടങ്ങിയതിൽ വാനങ്ങളുടെ സൃഷ്ടിപ്പിനെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും അതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട്, വലിയ പ്രമാണമുണ്ട്. സൃഷ്ടാവിനെ ആരാധിക്കുന്നതിന്, അവനാണ് ആരാധന അർഹിക്കുന്നത് എന്നതിന്, അവൻ കരുണയും കനിവുമുള്ളവനാണ്, കനിയുന്നവനാണ് എന്നതിനും തെളിവായി. വിശുദ്ധ ഖുർആനിൽ ഈ ഒരു വിഷയം നമ്മൾ പലയിടത്ത് ഓതുന്ന വിഷയമാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ അള്ളാഹു എണ്ണുമ്പോൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച സൃഷ്ടികളെക്കുറിച്ച് പറയുമ്പോൾ വാനങ്ങളുടെ സൃഷ്ടിപ്പ് ആദ്യമായി അനുസ്മരിക്കുന്നത് അല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ വമാ ബൈനഹുമാ ഫീ സിത്തത്തി അയ്യാം. അല്ലാഹു അല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ വമാ ബൈനഹുമാ ഫീ സിത്തത്തി അയ്യാം വലഖദ് ഖലഖ്നസ് സമാവാതി വൽ അർദ വമാ ബൈനഹുമാ ഫീ സിത്തത്തി അയ്യാം ഇന്ന റബ്ബകുമുല്ലാഹു അല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ ഫീ സിത്തത്തി അയ്യാം എന്നിങ്ങനെ ധാരാളം ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സൃഷ്ടിച്ചതിനെക്കുറിച്ച് പറയുമ്പോൾ വാനങ്ങളുടെ സൃഷ്ടിപ്പ് അള്ളാഹു ആദ്യം അനുസ്മരിച്ച വചനങ്ങൾ. ഇതുപോലെ തന്നെയാണ് ദൃഷ്ടാന്തങ്ങളെ എണ്ണുന്ന വിഷയമാകുമ്പോഴും വമിൻ ആയാതിഹി ഖൽഖുസ് സമാവാതി വൽ അർദ്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് വാനങ്ങളുടെ സൃഷ്ടിപ്പ്. ഒന്നിലധികം വചനങ്ങൾ ഇതുപോലെ നമ്മൾ വിശുദ്ധ ഖുർആനിൽ വായിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇങ്ങനെ വിഷയം അവതരിപ്പിച്ചത് നമ്മൾ ഹദീസുകളിൽ വായിക്കും. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ അദ്ദേഹം പറയുകയാണ്, ഞാൻ തിരുസവിധത്തിലേക്ക് കടന്നു ചെന്നു. വാതിൽക്കൽ എൻ്റെ ഒട്ടകത്തെ കെട്ടി ബന്ധിച്ചതിന് ശേഷമാണ് ഞാൻ തിരുസവിധത്തിലേക്ക് കടന്നു ചെന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ദഖൽതു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ അഖൽതു നാഖതി ബിൽ ബാബ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഫാതാഹു നാസും മിൻ ബനി തമീം. തിരുസവിധത്തിൽ ഞാൻ ഇരിക്കെയാണ് ബനു തമീം ഗോത്രത്തിൽ നിന്നൊരു വിഭാഗം അവിടേക്ക് വരുന്നത്. ഇമ്രാൻ ഇബ്നു ഹുസൈൻ ഖുസാഇയാണ്. ബനു തമീം വന്നതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ തിരുദൂതർ പറഞ്ഞു, ഇഖ്ബലുൽ ബുഷ്റായ ബനി തമീം, ബനു തമീം ഗോത്രക്കാരെ നിങ്ങൾ സന്തോഷവാർത്ത സ്വീകരിച്ചാലും. ബനു തമീം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തെക്കുറിച്ചും സ്വർഗാർഹമായ ആദർശത്തെക്കുറിച്ചുമൊക്കെ അവരോട് പറഞ്ഞപ്പോൾ അതാണ് ഇവിടുത്തെ സന്തോഷവാർത്ത. അത് സ്വീകരിക്കാനാണ് തിരുദൂതർ അവരോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ബനു തമീം ഗോത്രക്കാർ, അവർ ഗ്രാമീണർ, ആറാബികൾ, അവർ പറഞ്ഞു, അമാ ഇത് ബഷർതന ഫഅതിന, താങ്കൾ ഞങ്ങൾക്ക് സുവിശേഷമായി സന്തോഷ വാർത്തയായി കുറേ കാര്യങ്ങൾ പറഞ്ഞു, ഇനി താങ്കൾ ഞങ്ങൾക്ക് പാരിതോഷികങ്ങൾ കനിഞ്ഞാലും എന്ന് പറഞ്ഞു. ഇമ്രാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫതഗയ്യറ വജ്ഹു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് കേട്ടപ്പോൾ തിരുദൂതരുടെ മുഖത്ത് മാറ്റമുണ്ടായി. സുമ്മ ദഖല അലൈഹി നാസു മിൻ അഹ്ലിൽ യമൻ, പിന്നെ തിരുദൂതരുടെ അടുക്കലേക്ക് യമനിൽ നിന്ന് ചിലർ ആഗതരായി. അപ്പോൾ തിരുദൂതർ പറഞ്ഞു, ഇഖ്ബലുൽ ബുഷ്റായ അഹ്ലൽ യമൻ ഇദ് ലം യഖ്ബൽഹാ ബനു തമീം, ബനു തമീം സന്തോഷവാർത്ത സ്വീകരിച്ചിട്ടില്ല,
യമനുകാരെ, നിങ്ങൾ ഈ സന്തോഷ വാർത്ത സ്വീകരിച്ചാലും. ഉടനടി യമനുകാർ പറഞ്ഞു, ഖബിൽന യാ റസൂലല്ലാഹ്, തിരുദൂതരെ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. എന്നിട്ട് യമനികൾ പറഞ്ഞു, ജിനാക ലിനതഫഖഹ ഫിദ്ദീൻ വലിനസ്അലക അൻ അവ്വലി ഹാദൽ അംർ കൈഫ കാൻ. ദീനിൽ അവഗാഹം നേടാനാണ് ഞങ്ങൾ താങ്കളുടെ അടുക്കൽ വന്നിരിക്കുന്നത്. വലിനസ്അലക അൻ അവ്വലി ഹാദൽ അംർ കൈഫ കാൻ, സൃഷ്ടിപ്പിൻ്റെ തുടക്കം അതെങ്ങനെയായിരുന്നു എന്ന് ചോദിക്കാനുമാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇത് യമനികൾ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഖാൻ അല്ലാഹ് വലം യകുൻ ഷൈഉൻ ഗൈറുഹു, അല്ലാഹു ഉണ്ടായിരുന്നു, അല്ലാഹു ഒഴികെ ഒന്നും ഉണ്ടായിരുന്നില്ല. വകാന അർശുഹു അലൽ മാ, അല്ലാഹുവിൻ്റെ അർശ് വെള്ളത്തിന്മേലായിരുന്നു. വകതബ ഫിൽ ലൗഹി കുല്ല ഷൈഇൻ, അല്ലാഹു സംരക്ഷിത ഫലകമായ അല്ലൗഹുൽ മഹ്ഫൂദിൽ എല്ലാം രേഖപ്പെടുത്തി. സുമ്മ ഖലഖസ് സമാവാതി വൽ അർദ്, അതാണ് നമ്മുടെ വിഷയം. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല വാനങ്ങളെയും ഭൂവനങ്ങളെയും സൃഷ്ടിച്ചു. നോക്കൂ നിങ്ങളിവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല വാനങ്ങളെയും ഭുവനങ്ങളെയും സൃഷ്ടിച്ചതിനെയാണ് പരാമർശിക്കുന്നത്. അതാണ് നമ്മുടെ വിഷയവും. ഈ ഹദീസിൻ്റെ തുടർച്ചയിൽ ആ സദസ്സിലേക്ക് ഒരു വ്യക്തി വന്ന്, യാ ഇമ്രാൻ അദ്രിക് നാഖതക് ഫഖദ് ദഹബത്, താങ്കളുടെ ഒട്ടകം അത് പോയിരിക്കുന്നു, അതിനെ കണ്ടെത്തി പിടികൂടൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇമ്രാൻ റളിയല്ലാഹു തആല അൻഹു അതിനെ അന്വേഷിച്ച് പുറപ്പെടുകയുണ്ടായി എന്നൊക്കെ തുടർന്ന് ചില വിഷയങ്ങൾ ഈ ഹദീസിൽ പറയുന്നുണ്ട്. ഞാൻ ഈ സംഭവം ഇവിടെ ഉണർത്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടിപ്പിൻ്റെ തുടക്കത്തെക്കുറിച്ച് പറയാൻ ആവശ്യപ്പെട്ടപ്പോൾ വാനങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിനെ പ്രത്യേകം പരാമർശിച്ചു ഉണർത്തി എന്നുള്ളത് മനസ്സിലാക്കാനാണ്. വാനങ്ങളുടെ സൃഷ്ടിപ്പ്, അതേപോലെ ഭൂമിയുടെ സൃഷ്ടിപ്പ്, അത് ഏറ്റവും വലിയ പ്രമാണവും ദൃഷ്ടാന്തവുമാണ് സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിയിക്കുവാൻ, അവനെ ആരാധിക്കുവാൻ. ഈ വചനത്തിൽ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, വാനങ്ങളുടെ സൃഷ്ടിപ്പിൽ ഭൂമിയുടെയും സൃഷ്ടിപ്പിൽ, അവസാനം അല്ലാഹു ആയാത്തുൻ ലിഖൗമി യഅഖിലൂൻ എന്നാണ്, ചിന്തിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. മൊത്തത്തിൽ നമ്മൾ പറഞ്ഞു, ദൃഷ്ടാന്തങ്ങൾ പലതാണ്, പല നിലക്കാണ്. അതൊരു പ്രവിശാലമായ വിഷയവുമാണ്. വിശുദ്ധ ഖുർആനിൽ എങ്ങനെയാണ് വാനങ്ങൾ ദൃഷ്ടാന്തമാവുക, ഭൂമി ദൃഷ്ടാന്തമാവുക? അതിലേക്ക് സൂചനയുള്ള നിദർശനമുള്ള വചനങ്ങൾ പലത് വന്നിട്ടുണ്ട്. അഫലം യൻദുറു ഇലസ്സമാഇ ഫൗഖഹും കൈഫ ബനൈനാഹ വസയ്യന്നാഹ വമാ ലഹാ മിൻ ഫുറൂജ്. അഫലം യൻദുറു ഇലസ്സമാ, അവർ ആകാശത്തിലേക്ക് നോക്കുന്നില്ലേ? ആകാശം ഫൗഖഹും, അവർക്ക് മീതെയാണ്. കൈഫ ബനൈനാഹ, അവയെ നാം എങ്ങനെ സൃഷ്ടിച്ചു എന്ന്. വസയ്യന്നാഹ, അവയെ നാം എങ്ങനെ അലങ്കരിച്ചു എന്നും. വമാ ലഹാ മിൻ ഫുറൂജ്, ആ വാനങ്ങളിൽ യാതൊരു വിടവും പൊട്ടലും വിള്ളലും ഇല്ല എന്നും അവർ ആലോചിക്കുന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമ്പോൾ, വാനങ്ങൾ ദൃഷ്ടാന്തങ്ങളാകുന്നതിൻ്റെ ചില വകുപ്പുകളെയാണ് ഈ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ തുടർച്ചയിൽ ഭൂമി അല്ലെങ്കിൽ ഭുവനങ്ങൾ ദൃഷ്ടാന്തമാകുന്നതിനെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നുണ്ട്. അത് വൽ അർദ മദദ്നാഹ വഅൽഖൈനാ ഫീഹാ റവാസിയ വഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ ബഹീജ് തബ്സിറതൻ വദിക്റാ ലികുല്ലി അബ്ദിൻ മുനീബ്. ഭൂമിയെ സൃഷ്ടിച്ചതിലേക്ക് അവർ കണ്ണ് നടുന്നില്ലേ, ചിന്ത നടുന്നില്ലേ എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. എങ്ങനെയാണ് ഭൂമിയെ വികസിപ്പിച്ച് അല്ലാഹു വാസയോഗ്യമാക്കിയത്? ഭൂമിക്കുപരിയിൽ ഉറച്ച ഗിരിശൃംഗങ്ങളെ, പർവ്വതങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാട്ടി സ്ഥാപിച്ചത്. വഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ ബഹീജ്, കൗതുകകരമായ സസ്യ ലതാദികളെ നാം അതിൽ മുളപ്പിക്കുകയും ചെയ്തത്. സൂറത്തു ഖാഫിൽ അതിൽ തുടക്കഭാഗം നമ്മൾ വായിക്കുന്ന വചനങ്ങളാണിവ. ആകാശങ്ങളിൽ എങ്ങനെയാണ് ദൃഷ്ടാന്തങ്ങൾ ദർശിക്കേണ്ടത്, ഭൂമിയിൽ എങ്ങനെയാണ് ദൃഷ്ടാന്തങ്ങളുള്ളത്, അതിൻ്റെയൊക്കെ ചില തെളിവുകൾ. അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിബാഖ മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുതിൻ ഫർജിഇൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعير. സൂറത്ത് മുൽക്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സപ്തവാനങ്ങളെ സൃഷ്ടിച്ച ആ സൃഷ്ടി വൈഭവത്ത്, അതിൻ്റെ പ്രത്യേകത
അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്. ഇത്തരം വചനങ്ങൾ വാനങ്ങളുടെ സൃഷ്ടിപ്പിൽ ദൃഷ്ടാന്തങ്ങൾ എങ്ങനെ എന്നതിലേക്ക് തെളിവുകളാണ്. ഈ തുടർച്ചയിൽ ഭൂമിയെക്കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർദ ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിർ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ എന്ന് തുടങ്ങി ധാരാളം വചനങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമ്മൾ ഇതുപോലെ വായിക്കുന്നു. വാനങ്ങളുടെ സൃഷ്ടിപ്പിൻ്റെ, ഭൂമിയുടെ സൃഷ്ടിപ്പിൻ്റെ ദൃഷ്ടാന്തങ്ങൾ നമുക്ക് ബോധ്യപ്പെടുന്നതിന് വേണ്ടി അതിൽ ചില കാര്യങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം എണ്ണിയതായി. അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ അർദ ഖറാറ വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ വഇന്നാ ലമൂസിഊൻ വൽ അർദ ഫറശ്നാഹാ ഫനിഅമൽ മാഹിദൂൻ. ഇങ്ങനെ തുടങ്ങി വചനങ്ങൾ പലതാണ് ഈ വിഷയത്തിൽ. നമ്മൾ ആരാധനയ്ക്ക് അർഹൻ അള്ളാഹു എന്നതിൻ്റെ തെളിവുകൾ, അള്ളാഹു കരുണാമയനും കരുണ കനിയുന്നവനും എന്നതിൻ്റെ തെളിവുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിരത്തിയതാണ് ഈ 164 വചനത്തിൽ പഠിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, അതിൻ്റെ വിഷയങ്ങളാണ് ഇവിടെ മനസ്സിലാക്കുകയുണ്ടായത്. ഈ ആയത്തിൻ്റെ തുടർഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ ബിഇദ്നില്ലാഹ് പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Peace Radio. Tune to reality.